ഫ്രഞ്ച് താരം റാഫേൽ വരാനെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് ക്ലബ്ബുകളുടെ താരമായിരുന്ന വരാനെ 31 വയസ്സിലാണ് കാണാമൊഴിയുന്നത്. ജൂലൈയിൽ യുണൈറ്റഡിൽ നിന്ന് സൗജന്യ ട്രാൻസ്ഫറിൽ ഇറ്റാലിയൻ ക്ലബ്ബായ കോമോയിലേക്ക് മാറിയ താരത്തിന് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ പരിക്കേറ്റിരുന്നു. തുടർച്ചയായ പരിക്കുകൾ വേട്ടയാടുന്നതിനിടെയാണ് വൈകാരിക കുറിപ്പിലൂടെ വരാനെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. നോൺ പ്ലേയിങ് റോളിൽ ക്ലബ്ബിൽ തുടരുമെന്നും വരാനെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 1000 തവണ വീഴുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പോൾ ബൂട്ടഴിക്കാനുള്ള സമയമാണ്. എനിക്ക് ഖേദമില്ല. സ്വപ്നം കണ്ടതിലും കൂടുതൽ നേടിയിട്ടുണ്ട്. വൈകാരികാനുഭൂതികളും ഓർമ്മകളും പ്രത്യേക നിമിഷങ്ങളും ജീവിതത്തിലുടനീളം അവശേഷിക്കും. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ കളിയിൽ നിന്ന് തികഞ്ഞ അഭിമാനബോധത്തോടെയും സംതൃപ്തിയോടെയും വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുന്നുവെന്നും വരാനെ കുറിച്ചു. ഫ്രഞ്ച് ക്ലബ് ലെൻസിലൂടെയാണ് വരാനെ ഫുട്ബോൾ കരിയറിന് ആരംഭം കുറിച്ചത്. തൊട്ടടുത്ത സീസണിൽ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറി. 10 വർഷത്തെ റയൽ കരിയറിൽ 3 ലാലിഗ കിരീടങ്ങളും 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും ഉൾപ്പെടെ 18 കിരീട നേട്ടങ്ങളിൽ പങ്കാളിയായി. 2021 താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുന്നത്. യുണൈറ്റഡിനായി 95 മത്സരങ്ങളിൽ കളിച്ചു. ഇതിനിടെ പരിക്കുകളും താരത്തെ വേട്ടയാടി. 2022 കാർബാവോ കപ്പ് നേടിയ യുണൈറ്റഡ് ടീമിനുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ്യിൽ FA കപ്പ് കിരീടം നേടിയ ടീമിലും വരാനെ ഉണ്ടായിരുന്നു. യുണൈറ്റഡ് ജേഴ്സിയിൽ താരത്തിന്റെ അവസാന മത്സരമായിരുന്നു ഇത്. 2013 ഫ്രഞ്ച് ദേശീയ ടീമിനായി താരം അരങ്ങേറ്റം കുറിക്കുന്നത്. 93 മത്സരങ്ങളിൽ കളിച്ചു. 2018 ഫിഫ ലോകകപ്പ് നേടിയ ഫ്രാൻസ് ടീമിലെ അംഗമായിരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് താരം നേരത്തെ തന്നെ വിരമിച്ചിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.